AB360 സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് റെവിറ്റിൽ ഡൈനാമോ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള സ്റ്റഡി ട്യൂട്ടോറിയലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡൈനാമോയിൽ എങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു മോഡലാണ് റെവിറ്റ് മോഡൽ. ഇതിലിപ്പോൾ നമ്മളിവിടെ വാൾ നിങ്ങൾക്ക് കാണാം. ഈ വാളിൻ്റെ കമൻസിൽ നമുക്ക് ഒരു കമൻറ്റ് ആഡ് ചെയ്യണം. അതായത് എല്ലാ വാൾസിനും നമുക്ക് കമൻറ്റ് ആഡ് ചെയ്യണം. ഇത് റെവിറ്റിൽ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. എന്നാൽ നമുക്ക് ഡൈനാമോയിൽ ജസ്റ്റ് ഒരു 5 or 10 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ മാനേജ് ടാബിൽ അവിടെ ഡൈനാമോ എന്ന് കാണും. ഡൈനാമോ എന്ന് വെച്ചാൽ നമുക്കൊരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ആണ്. അതായത് നമ്മുടെ ടാസ്ക് എല്ലാം ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടാസ്ക് വർക്കൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്ത് വേഗത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഫസ്റ്റ് മാനേജിൽ പോവുക. മാനേജ് ടാബിൽ നിങ്ങൾക്ക് ഇവിടെ ഡൈനാമോ കാണാമെന്ന് പറഞ്ഞാൽ ഡൈനാമോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റെവിറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഓപ്ഷൻ പോലെ കാണാം, ഓപ്പൺ ന്യൂ എന്നൊക്കെ. ഇവിടെ നിങ്ങൾ ന്യൂ ഓപ്പൺ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു വിൻഡോ ഇൻ്റർഫറൻസ്. ഇവിടെ നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇപ്പോൾ 1+2 = 3 അതുപോലെയാണ് ഇത് ഡൈനാമോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവുന്നതാണ്. ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ലൈബ്രറിയിൽ കാറ്റഗറീസ് സെർച്ച് ചെയ്യുക. ഇവിടെ കാറ്റഗറീസ് വന്നിട്ടുണ്ട്. ഇവിടെ കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഒരു സൈഡിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്കിപ്പോൾ വേണ്ടത് വാൾസിനാണ് നമ്മൾ കമൻറ്റ്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാറ്റഗറീസിന് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. W ക്ലിക്ക് ചെയ്യുക. ഇവിടെ വാൾസ് കിട്ടി. വാൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ വാൾസിനും വേണം. അപ്പോൾ ഇവിടെ ഒരു പാരാമീറ്റർ കൂടി ആഡ് ചെയ്യണം. അതായത് all elements of category അതുകൂടി ആഡ് ചെയ്യുക. ഇവിടെ വെക്കുക. അപ്പോൾ വാൾസിൽ all elements of category എന്നിട്ട് ഇത് കണക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് വയർ കണക്ഷനാണ്. എന്നാലേ നമ്മുടെ ഡൈനാമിക് റീഡ് ചെയ്യാൻ പറ്റൂ. വയർ ഉപയോഗിച്ചിട്ട് കാറ്റഗറിയിലേക്ക് കണക്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടുത്തായി നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് സെറ്റ് പാരാമീറ്റർ ബൈ നെയിം ആണ്. അതിവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള എലമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക എലമെൻറ്റ്സിലേക്ക്. എന്നിട്ട് ഇവിടെ പാരാമീറ്റർ നെയിം, അതായത് നമ്മളെ കമൻസിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കമൻസ് ആണ് നമ്മളെ പാരാമീറ്റർ. അപ്പോൾ ഇവിടെ ഇവിടെ കേസർ വെക്കുമ്പോൾ ഇവിടെ സ്ട്രിങ് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ സ്ട്രിങ് ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് പാരാമീറ്റർ നെയിം കൊടുക്കുക. അപ്പോൾ ഇവിടെ ലൈബ്രറിയിൽ സ്ട്രിങ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കമൻസ്, അതാണ് നമ്മുടെ പാരാമീറ്റർ, അത് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ വയർ കണക്ഷൻ നേരെ പാരാമീറ്റർ നെയിമിൽ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വാല്യൂ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വാല്യൂ അത് നമുക്ക് ഒരു സ്ട്രിങ് കൂടിയും വേണം. ലൈബ്രറിയിൽ നിന്ന് സ്ട്രിങ് അത് തന്നെ എടുക്കുക, ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പം ഞാനിവിടെ ABC1 ജസ്റ്റ് വെറുതെ ചെയ്യുന്ന ABCD 1 2 3 4 എന്ന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വയർ കണക്ഷൻ എടുത്തിട്ട് വാല്യൂക്ക് കൊടുക്കുക, കണക്റ്റ് ആക്കി കൊടുക്കുക.
എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ റണ്ണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മളിപ്പോൾ മാനുവലായി വെക്കുന്നതാണ് നല്ലത്. റണ്ണ് ഓപ്ഷൻ ഉണ്ടാവും, റൺ ചെയ്യുക. റൺ ചെയ്തിട്ടുണ്ട്. മിനിമൈസ് ചെയ്തിട്ട് ഇതാ നിങ്ങളിപ്പോൾ ഏത് വാൾ സെലക്ട് ചെയ്താലും കമൻസിൽ ABCD 1 2 3 4 നമ്മളെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഏത് വാൾ സെലക്ട് ചെയ്താലും എല്ലാ വാളിനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.